വളരെ എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങളിലേക്ക് എത്തിക്കാം. ഞങ്ങൾ രാവിലെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു മുണ്ടുകൊണ്ട് ഞാനും ഉണ്ട്. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് മുടി സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഓളെടുത്ത് എല്ലാം വർഷത്തിനകത്ത് കേട്ടെന്നുള്ള രീതിയിലാണ് എന്താണ് പറയുന്നത്. ചെറുക്കന്റെ അച്ഛൻ അവസ്ഥ നോക്കാം. ഇതാണ് അവസ്ഥ. കണ്ട അങ്ങനെ നമ്മളെ സുനപ്പനോട് യാത്ര പറയാൻ പോവുകയാണ്. ഫോട്ടോഷൂട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഒരു 8:30 ആയപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ നമ്മുടെ ആറ്റോ എടുത്ത് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. സ്വന്തം നിശ്ചയത്തിന് സ്വന്തമായിട്ട് നമ്മുടെ വണ്ടി ഓടിച്ചോണ്ട് പോണ ചെറുക്കൻ. അപ്പൊ അതിനൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. സന്തോഷം തോന്നുന്നുണ്ട്. അയ്യോ പറഞ്ഞു പറയിക്കുന്ന കാണാൻ. അപ്പൊ നമ്മുടെ ചെറുക്കന്റെ എൻഗേജ്മെന്റിന്റെ പരിപാടികളിലേക്ക് കടക്കാനായിട്ട് ഇവിടെ നമ്മള് കോട്ടയത്ത് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ആലപ്പുഴ ചന്ദനക്കാവ് സ്ഥലത്ത് ദേവരാജൻ ഷീല ദമ്പതികളുടെ മകൻ ഗോവിന്ദും താഴത്തൽ വീട്ടിൽ സുരേഷിന്റെയും സിനിയുടെയും മകൾ അഭിരാമിയും തമ്മിലുള്ള വിവാഹ നിശ്ചയമാണ് നമ്മൾ ഇന്നിവിടെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആളെ ഒന്ന് കണ്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനും പറ്റില്ല. അപ്പോൾ ഇതാണ് ആള്, അഭിരാമി എന്നാണ് പേര്. അപ്പം അല്ലേ, ഞാൻ ആമി എന്ന് വിളിക്കും. ആലപ്പുഴയിൽ ആമി എന്നായിരിക്കും അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ലവ് സ്റ്റോറി എന്ന് പറയാൻ അത്രയ്ക്ക് വലിയ ഭീമമായിട്ടുള്ള ലവ് സ്റ്റോറി കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ക്യൂൻ ഓൺ വീൽസ് വന്ദന അറിയാമല്ലോ അല്ലേ. വന്ദനയുടെ കൂടെ പഠിച്ചാണ് കോളേജിൽ. അപ്പം ഒരു ദിവസം വന്ദനയുടെ വാട്സപ്പിൽ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് 1-2 വർഷമായി അവളുടെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് കണ്ട് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറേ നാൾ സംസാരിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യം പുള്ളിക്കാർ പറഞ്ഞ കാര്യം വീട്ടിൽ പറയണം. ആദ്യം പറഞ്ഞ കാര്യം വീട്ടുകാർക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ആദ്യം പുള്ളിക്കാർ എന്നെ വീട്ടിൽ പറഞ്ഞ് സംസാരിച്ചപ്പോഴത്തേക്കും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ പറഞ്ഞ് പിന്നെ വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് മുന്നോട്ട് ചെന്ന് നടന്ന് പെണ്ണ് കണ്ട് പിന്നെ കുറച്ച് കലാട്ടകളൊക്കെ അല്ലേ കോമൺലി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ലാസ്റ്റ് ഇവിടം വരെ എത്തി. അപ്പോൾ എന്തായാലും ഇനി ഓണം ആ ഒരു ടൈമിലല്ലേ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഓണം ടൈമിന് കല്യാണം കാണും. അപ്പോൾ ഇന്ന് നമ്മുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ ഒരാളൂടെ കാണും അല്ലേ. ക്യാമറയുടെ മുന്നിലേക്ക് വെച്ച് മടിയൊക്കെ ഉണ്ട്, റെഡിയാക്കി നമുക്കൊന്ന് എടുക്കണം കേട്ടോ അല്ലേ. ആദ്യമൊന്നും ക്യാമറയുടെ മുന്നിൽ വരത്തുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം പയ്യൊക്കെ ചെറുതായിട്ടൊക്കെ ഞാനിപ്പം എവിടെയെങ്കിലൊക്കെ കറങ്ങാനൊക്കെ പോകുമ്പോൾ വീഡിയോ ഒക്കെ പയ്യെ എടുത്ത് പുള്ളിക്കാരിക്ക് ഇപ്പോൾ ആ ഒരു പേടി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടോണം നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ചാടിച്ചാടിക്കുന്ന ടീമായിരിക്കും അല്ലേടി. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളിന്ന് കണ്ടത്. അപ്പോൾ തുടർന്ന് നമുക്കൊരു സപ്പോർട്ട് സ്നേഹവും എന്നുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇട്ടത്. കാരണം എൻ്റെ ലൈഫിലൊരു കാര്യം നടക്കുമ്പോൾ അത് നിങ്ങളെക്കുള്ള അറിയിക്കണം എന്നുള്ളത് എൻ്റെ കടമയാണ്. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് തന്നെ എല്ലാം നിങ്ങളെ കാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. ബൈ കൊടുത്തേക്ക്.